അതെ, ഞാനത് തന്നെയാണ് നിങ്ങൾക്ക് അതെ, അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ലേ? എന്താ അദ്ദേഹത്തിന് അറിയുക? ഈ കേരളത്തിൽ ഗവൺമെൻറ്റാണ് സ്വർണ്ണക്കള്ളക്കടത്ത് പ്രശ്നം വന്നപ്പോൾ അന്വേഷണത്തിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നത്. കേരള മുഖ്യമന്ത്രിയാണ് എഴുതി കൊടുക്കുന്നത്. ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള ഈ പ്രശ്നം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം. 5 ഏജൻസികളും കേന്ദ്ര ഏജൻസികളല്ലേ? അന്വേഷണം നടത്തിയില്ലേ? കേരളം സംശുദ്ധമാണെന്ന് പറഞ്ഞില്ലേ? ഗവൺമെൻറ്റിന് വളരെ സംശുദ്ധമാണ് കേരളത്തിലെ ഗവൺമെൻറ്. ഇത് അവരിലേക്ക് BJP RSSലേക്ക് ഇതിൻ്റെ മുന നീണ്ടുപോയി. അങ്ങനെയാണല്ലോ ഇതിലെ കഥാനായിക RSSൻ്റെ ക്യാമ്പിലെത്തിയതും അവർ സംരക്ഷിച്ചതും അവർ ജോലി കൊടുത്തതും ഇപ്പോഴും അവർ കൊണ്ടു നടക്കുന്നതുമൊക്കെ. അതുകൊണ്ട് ഇപ്പോൾ അവരുടെ നേരേക്ക് ഇത് ചാടിക്കടന്നിരിക്കുകയാണ്. അതെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അത് മറച്ചു പിടിക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു വ്യായാമം ഇവിടെ നടത്തിയത്. കെ സുരേന്ദ്രൻ പ്രതിയായ ഈ കുഴൽപ്പണ കേസിൽ ആ കേസിൽ ഈ സുരേന്ദ്രൻ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ടായിട്ടും ഒരു അയവേറിയ സമീപനം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായി എന്നുള്ളൊരു പൊതു സംശയമുണ്ട്. അതെന്താണ്? ആരോടും ഞങ്ങൾക്കൊരു അയവേറിയ സമീപനമില്ല. എല്ലാം നിയമപരമാണ്. പക്ഷെ നിയമങ്ങളും ചട്ടങ്ങളും ഞങ്ങൾ ലംഘിക്കാറില്ല. നിയമങ്ങളും ചട്ടങ്ങളും ലംഘിക്കാറില്ലെന്ന് മാത്രമല്ല, പരമാവധി നിയമം സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നടപടികൾ സ്വീകരിക്കുക. അങ്ങനെ വരുമ്പോൾ ചില പ്രശ്നങ്ങളിൽ ചില വ്യത്യസ്തത കണ്ടേക്കാം. അത് അതിൻ്റെ ഒരു പൊതു സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതല്ലാതെ ഗവൺമെൻറ് അത് VD സതീശൻ്റെ നേരെയായാലും തിരക്കേടില്ല, എൻ്റെ നേരെയായാലും തിരക്കേടില്ല, മറ്റ് BJPയുടെ സുരേന്ദ്രൻ്റെ നേരെയായാലും തിരക്കേടില്ല. നീതിയും നിയമവും അനുസരിച്ചാണ് ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. ഇവിടെ VD സതീശൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേൾക്കേണ്ട താമസം, അവർ രണ്ടും കോൺഗ്രസും BJP ഒന്നാണ് എന്നവരുടെ പ്രതികരണത്തിൽ നിന്ന് നാട് മുഴുവൻ മനസ്സിലായില്ലേ? ഇവർക്ക് രണ്ടുപേർക്കും ആരോടാ വിരോധം? ഇടതുപക്ഷത്തോട്, ഇടതുപക്ഷ ഗവൺമെൻറ്റിനോട്. ആ കാര്യത്തിൽ BJPയും കോൺഗ്രസും ഒരേ മനസ്സും ഒരേ ചിന്തയും ഒരേ കർമ്മവുമാണ്. അവർ പരസ്പരം ആലോചിച്ചിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. അതാണ് ഇപ്പോഴും നമ്മുടെ മുമ്പിൽ കണ്ടത്. ഇവർ രണ്ടുപേരുടെയും ശബ്ദം ഒന്നാണ്, രണ്ടുപേരുടെയും അഭിപ്രായം ഒന്നാണ്, രണ്ടുപേരും ഒരേ പാളയത്തിലാണുള്ളത്. ഇത് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും തിരിച്ചറിയണം. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ തിരിച്ചറിയും, പിന്നോക്ക വിഭാഗങ്ങൾ തിരിച്ചറിയും, കേരളത്തിലെ സാമാന്യ ജനങ്ങളെല്ലാം മനസ്സിലാക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഈ CPM പറഞ്ഞിരുന്നത് കോൺഗ്രസ് BJP ബന്ധമാണ്. പക്ഷേ ഇപ്പോൾ നേരെ തിരിച്ചു പറയുന്നു, CPM BJP ബന്ധം എന്നുള്ള രീതിയിൽ വ്യാപകമായ പ്രചരണം അഴിച്ചുവിടുകയാണ് കോൺഗ്രസ്. ഇപ്പോൾ തന്നെ പ്രത്യക്ഷമായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടില്ലേ? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഏറ്റെടുത്ത് തലയിൽ വെച്ച് പാൽപ്പായസം കുടിച്ചതുപോലെ നടന്നത് VD സതീശനല്ലേ? അതിൻ്റെ പ്രചാരകരായത് അവരല്ലേ? കോൺഗ്രസ്സുകാരല്ലേ ഇപ്പോൾ അതിൻ്റെ പ്രചാരകർ? ഇവർ രണ്ടുപേരും കൂടിച്ചേർന്നിട്ടല്ലേ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്? രണ്ടുപേരുമല്ലേ പത്രസമ്മേളനം നടത്തുന്നത്? ഈ കാര്യത്തിൽ രണ്ടുപേർക്കും വ്യത്യസ്ത അഭിപ്രായമില്ലല്ലോ. അതാണ് അവരുടെ സ്വഭാവം, അതാണ് അവർ നിർവഹിക്കുന്നത്.